ഹായ് ഓൾ, NS അക്കാദമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മെയ് 20 എന്ന് പറയുന്ന ദിവസം വളരെ ഒരു പ്രധാനപ്പെട്ടതാണ്. ഏകദേശം ഒരു 5 പോസ്റ്റുകളിലേക്കാണ് കേരള PSC ഒറ്റ പരീക്ഷയായിട്ട് ഒരു ദിവസം ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതായത് മെയ് 20 കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള അസിസ്റ്റൻറ്റ് പ്രോഗ്രാമർ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, ഡെപ്യൂട്ടി മാനേജർ, മാനേജർ IT, അസിസ്റ്റൻറ്റ് മാനേജർ, മത്സ്യഫെഡ്, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് 5 പോസ്റ്റുകളിലേക്ക് ഒറ്റ പരീക്ഷയായിട്ടാണ് കേരള PSC അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എക്സാം ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ്, സിലബസ്, അതുപോലെ തന്നെ അതിൻ്റെ ടിപ്സും കാര്യങ്ങളും അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാനൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്ലിക്കൻസിൻ്റെ എണ്ണം എല്ലാം നിങ്ങൾക്കറിയാവുന്ന തന്നെയാണ്. ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ കഠിനമായ പ്രിപ്പറേഷനിലാണെന്ന് കരുതുന്നു. അതായത് നമ്മൾ ഫൈനൽ ലാബ് പ്രിപ്പറേഷനിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫൈനൽ ലാബ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ റിവിഷൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ, അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യം, നമ്മൾ ഇതിനെങ്ങനെ, അതായത് ഈ ഒരു വാസ്റ്റ് സിലബസിനെ എങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിൽ റിവൈസ് ചെയ്യുമ്പോൾ എങ്ങനെ ആ ഒരു സിലബസിനെ നമ്മൾ ചുരുക്കി റിവൈസ് ചെയ്യണം, ഇങ്ങനെ നിങ്ങൾ അവസാന ഘട്ട തയ്യാറെടുപ്പിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ എക്സാമിന് ഇത്രയും നാളും പഠിച്ചിട്ട് എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒരു 1.5 മണിക്കൂർ, ഈ ഒരു 1.5 മണിക്കൂറായിരിക്കും നമ്മുടെ റാങ്കിന് നിർണ്ണയിക്കുക. നമ്മൾ വരുത്തുന്ന ഓരോ നെഗറ്റീവ് മാർക്കുകൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ വളരെ പിന്നിലേക്കും, അല്ലെങ്കിൽ ആ ഒരു മാർക്കിലേക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുമ്പോൾ വളരെ മുന്നിലേക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ആ എക്സാം ഹാളിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട്, അല്ലെങ്കിൽ എക്സാം ഹാളിൽ നമ്മൾ ടൈം മാനേജ് ചെയ്യുന്ന, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഏറെക്കുറെ ഒരു മിനിറ്റിൽ താഴെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനുള്ള ടൈം കിട്ടുക. അപ്പോൾ ഈ ടൈമിനെ നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു, അവിടുത്തെ നമ്മളെങ്ങനെ സ്ട്രെസ് എങ്ങനെ, അതായത് എക്സാം ഹാളിൽ നമ്മൾ ഇത്രയും പഠിച്ചു പോയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, നമുക്കൊരു സ്ട്രെസ് ഉണ്ടാവും. ഈ സ്ട്രെസ്സിനെയൊക്കെ നമ്മൾ എക്സാം ഹാളിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതിലാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് NS അക്കാദമി നിങ്ങൾക്കായിട്ടൊരു ഫൈനൽ ലാബ് പ്രിപ്പറേഷൻ എങ്ങനെ മികച്ചതാക്കാമെന്ന് ഒരു ഫ്രീ വെബിനാർ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതായത് ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാം പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും മറക്കാതെ തന്നെ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുക. ആ വെബിനാർ എടുക്കുന്നത് നമ്മുടെ ഹരിസാറാണ്. ഹരിസാർ നമുക്ക് അറിയാം, NS അക്കാദമി തുടങ്ങിയ കാലം മുതലേ കമ്പ്യൂട്ടർ സയൻസിൻ്റെ നമ്മുടെ ചീഫ് എഡ്യൂക്കേറ്ററാണ്. ധാരാളം ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഹരിസാറാണ് നമുക്ക് ഈ ഒരു വെബിനാർ എടുക്കുന്നത്. വെബിനാർ 9 ഏപ്രിൽ 9 8 മണിക്കാണ് വെബിനാർ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫൈനൽ ലാബ് പ്രിപ്പറേഷനിലേക്ക് കടക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും ഈ വെബിനാർ മിസ്സാക്കാതെ വെബിനാറിൽ ജോയിൻ ചെയ്യുക. വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്നതുമായി ബന്ധപ്പെട്ട് താഴെ കാണുന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. NS അക്കാദമി ഈ ഒരു 5 പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ആ ബുക്കിൻ്റെ ഏറെക്കുറെ കോപ്പീസ് തീരാറായി. നമ്മൾ ആദ്യമൊരു ബുക്ക് പ്രിൻറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു 2ാമത്തെ എഡിഷനായിട്ടാണ് ഈ ബുക്ക് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 20 മുതൽ 30 വരെ കോപ്പീസാണ് അവൈലബിൾ. അപ്പോൾ ബുക്ക് പർച്ചേസ് ചെയ്യാത്തവരെ മറക്കാതെ തന്നെ നമ്മുടെ താഴെ കൊടുത്തിട്ട് ലിങ്കിൽ കയറിയിട്ട് ബുക്ക് പർച്ചേസ് ചെയ്യാം. ഇനിയും നമ്മുടെ NS അക്കാദമിയുടെ കോഴ്സ് എടുക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇനി നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഏകദേശം ഒരു 45+ ദിവസങ്ങളാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് കിട്ടുന്നത്. വളരെ എഫക്റ്റീവായിട്ട് ഈ ഒരു ദിവസങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും നേടാനുള്ളൊരു അവസരമുണ്ട്. നമ്മൾ അവസരങ്ങൾ മിസ്സാക്കാതിരിക്കുക. നമ്മൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, സമയം വൈകിയെന്ന് കരുതിയിരിക്കാതെ മാക്സിമം ട്രൈ ചെയ്യുക. നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് ചിലപ്പോൾ നമുക്ക് ഈ ഒരു പഠിത്തത്തിൽ ചിലപ്പം അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ കയറിയ പല കുട്ടികളുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ്, സാദിഖെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാട്ടർ LSTD AEയുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. അദ്ദേഹം 2021 ബിടെക് കഴിഞ്ഞ് 2022 എക്സാം എഴുതി 2023 ആയപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് ജോലി കയറിയ വ്യക്തിയാണ്. അപ്പോൾ അതേപോലെ നിരവധി സക്സസ് സ്റ്റോറീസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയും എക്സാമിന് തയ്യാറെടുത്ത് തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴേ തയ്യാറെടുത്ത് തുടങ്ങാം. നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ ആ ഒരു എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്ത പ്രോഗ്രാമർ ഇനിയും ധാരാളം വേക്കൻസികൾ വരാനുണ്ട്, ഇനിയും ധാരാളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട്, ഇനിയും ധാരാളം നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അപ്പോൾ പ്രോഗ്രാമർ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന സിലബസിൽ വരുന്ന എല്ലാ പരീക്ഷയ്ക്കും വേണ്ടി ഒരുമിച്ച് തയ്യാറെടുത്തുകൊണ്ട് ജോലി കിട്ടലാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ എന്നാണോ ജോലിക്ക് കയറുന്നത് അന്ന് വരെ നമ്മുടെ പ്രിപ്പറേഷൻ തുടരാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.